വ്യഭിചരിക്കാനും വേണ്ടിയിട്ട് ഏറ്റവും റേറ്റ് കൂടുതൽ മലയാളി സ്ത്രീകൾക്കാണ്. 1500 രൂപ കൊടുക്കണമല്ലോ. മറ്റുള്ള സ്ത്രീകൾക്കാണെങ്കിലും 500, 600, 200 കൊടുത്താൽ മതി. ഇത് എവിടുത്തെ സംഭവം എന്നാണ്? നമ്മുടെ കേരളത്തിലത്തെ ഒരു സംഭവം പറയുന്നതാണ്. ആരാ പറയുന്നത്? അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന ഒരു തൊഴിലാളി പറയുന്നത്. ഇവിടെ കിട്ടാത്ത ഒന്നുമില്ല എന്നാണ് പിന്നെ പറയുന്നുള്ള ഓരോരോ വാക്കുകളും. നിങ്ങൾ ഫുള്ളായിട്ട് ഈ വീഡിയോ കണ്ടിരിക്കണം. കാരണം എന്ന് വെച്ചാൽ ഞെട്ടിപ്പോയി ഈ വാക്കുകൾ കേൾക്കുമ്പോൾ. ആ പെണ്ണ കിട്ടും, പെണ്ണ അതോ കിട്ടും. ഈ പെണ്ണുങ്ങളൊക്കെ എവിടുന്നാ വരുന്നത്? അതാ എല്ലാ ആസാമി ഉണ്ട്, മലയാളം ഉണ്ട്, ബംഗാളി ഉണ്ട്, കൊൽക്കത്ത ഉണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. മലയാളി ഉണ്ടെങ്കിൽ 1500, പിന്നെ ആസാമി ഉണ്ടെങ്കിൽ 1000 രൂപ, പിന്നെ കൊൽക്കത്ത ആൾക്കാരും ഉണ്ട് 400 രൂപയ്ക്ക് 300 രൂപയ്ക്ക്. അത് കുറേ വേഴ്സ് ഉണ്ട് ആൾക്കാർ. മലയാളിക്കാണ് ഡിമാൻഡ് കൂടുതൽ. മലയാളം അതിൻ്റെ ഡിമാൻഡ് കൂടുതൽ. എനിക്ക് പറയണ പേടിയില്ല, അതിനെ ഡയറക്റ്റായിട്ടേ പറയും. മലയാളം അതിനെ 2000 രൂപ 2500 മേടിക്കും. ഞാൻ പോയിട്ടുണ്ട്. അതിനെ എനിക്ക് അതാ നല്ലത്തെ അറിയോ. ഏത് ലോഡ്ജിലൊക്കെ ഏതൊക്കെ നടക്കുന്നത്? റോസ് ഉണ്ട്, റൂമുണ്ട്. ഏതാ ലോസിൽ പോവാക്കി കിട്ടും, റൂം കിട്ടും. ആധാർ കാർഡ് കൊടുത്താൽ മതി. ഇവിടെ എന്ത് ആളുടെ ഒക്കെ പറഞ്ഞിട്ട് ഇവരുടെ അടുത്തോട്ടൊക്കെ പോകുന്നത്? ഓട്ടോക്കാരാണോ കൊണ്ടുപോകുന്നത് അതോ ആരാ? ഇല്ല, ഓട്ടോക്കാർക്കേ അറിയത്തില്ലല്ലോ അതാ ഏതാ ആൾക്കാർ. ഇപ്പോൾ ഞാൻ ഒരു പെണ്ണെ കൊണ്ടുപോകാൻ ഞാൻ പറയാം അതാ എനിക്ക് സിസ്റ്റർ, ഇല്ലെങ്കിൽ എനിക്ക് വായ്പ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ഹോട്ടലിൽ പോകും, റൂമിൽ പോകും. ഇല്ലെങ്കിൽ ലോസലിൽ പോകാക്കി പറയാം. ഇപ്പോൾ റൂമില്ല, നിൽക്കുന്ന സ്ഥലമില്ല, അതിന് ലോസലിൽ വന്ന അങ്ങനെയൊക്കെ ഓട്ടോക്കാർക്ക് പറയും. ഓട്ടോക്കാർക്ക് ഒന്നും അറിയണ്ട. ഇതൊക്കെ എവിടെ സൂക്ഷിക്കുന്നത് ഈ ലഹരി മരുന്നുകളൊക്കെ? ഈ പെരുമ്പോൾ ഈ മാർക്കറ്റിൽ എല്ലാം കിട്ടും. കട ഒന്നുമില്ല. പെണ്ണ ഉണ്ടെങ്കിൽ പെണ്ണ ഇങ്ങോട്ട് വരും. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കും, എല്ലാ പെണ്ണ എവിടെ നടക്കും. കുറേ പെണ്ണ ഉണ്ടാവും. ആ മലയാളി പെണ്ണ ഉണ്ടെങ്കിൽ അവിടെ റൂമിൽ പോകണം. ഇവിടെ 1 കിലോമീറ്റർ ഉണ്ടാവില്ല മലയാളി പെണ്ണ ഉണ്ടെങ്കിൽ. അതാ വെള്ളം ഉണ്ട്, ഭയങ്കര വെള്ളം മലയാളി പെണ്ണൊക്കെ. എല്ലാ പരിപാടിയും ഉണ്ട്. ഗഞ്ചായൊക്കെ ഉണ്ട്. ഇവിടെ ഭയങ്കര ഗഞ്ചായൊക്കെ ഭയങ്കര. ആസാമിൽ ഉണ്ടെങ്കിൽ 20 രൂപയ്ക്ക് സാധനം ഇവിടെ 600 രൂപ വേണം. അവിടെ 200 രൂപയ്ക്ക് സാധനം കിട്ടുന്ന സാധനം ഇവിടെ 600 രൂപ വേണം. അത്ര വില എവിടെ. ഈ കാശൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ടോ? അതാ എനിക്കറിയത്തില്ല. അവൻ്റെ ക്യാഷ് അവൻ്റെ എവിടെ ചിലവാക്കും, ഞാൻ നാട്ടിൽ അടിച്ചു കൊടുക്കും, അത് ആരൊക്കെ അറിയോ. തീർച്ചയായിട്ടും ഇത് ഒരു ആസാമിയാണ്, ആസാം സ്വദേശിയാണ്. അയാൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ വളരെ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കുന്നത്. ഈ പോലീസും എക്സൈസും ഒക്കെ ഇവരെ പിടിച്ചു കഴിഞ്ഞാൽ 25,000, 30,000 രൂപയൊക്കെ പൈസ കൊടുത്തതിന് ശേഷമാണ് ഇറങ്ങി വരുന്നതെന്നാണ് അയാളുടെ തന്നെ സുഹൃത്തുക്കൾ